ഓക്കെ പോട്ടെ ഹെവി ഹീറ്റ് ആണ്. ഓ ഗായ്സ് സക്സസ്. ഓ ഗായ്സ് വളരെയധികം എക്സൈറ്റഡ് ആണ്. ദാ നോക്കിക്കേ. ഓ ഗായ്സ്. ഹലോ ഗൈസ്, എല്ലാവർക്കും മലൂടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഒരുപാട് കൂട്ടുകാർ നമ്മളോട് കമന്റ് ചെയ്ത് മെസ്സേജ് അയച്ചു എല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ്, 1,00,000 സബ്സ്ക്രൈബർ ആയില്ലേ, സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയില്ലേ, അൺബോക്സിംഗ് വീഡിയോ ചെയ്യുമെന്നല്ല ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ്ടില്ലേ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഉണ്ണിയുടെയും പേരൊക്കെയുള്ള നമ്മുടെ സ്വന്തം സിൽവർ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരുപാട് സ്നേഹമുണ്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങളെ കാണിക്കുന്ന ഒരു വീഡിയോ അല്ലാണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഞാനിന്ന് വന്നിരിക്കുന്നത് പേടിഎമ്മിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ക്യാഷ് ബാക്ക് ഓഫർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം പേടിഎം ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാക്സിമം 10,000 രൂപ വരെ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പേടിഎം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്പാണല്ലേ, പക്ഷേ ഉപയോഗിക്കാത്ത ചിലരുണ്ട്. അവരെ നമ്മൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് റിവാർഡ് കിട്ടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോയ്സ് കളർ ഫിറ്റ് പൾസും നോയ്സിൻ്റെ കളർ ഫിറ്റ് പൾസ് ഗ്രാൻഡും ഈ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? 1999 രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. യെസ്, നമ്മുടെ വ്യൂവേഴ്സിന് അതിലും കുറഞ്ഞ പ്രൈസിലാണ് കിട്ടുന്നത്. അത് വേറെ കാര്യം. എന്തായാലും ഈ പ്രൈസിന് വർത്താണോ? ശരി, നമ്മൾ നോർമൽ അൺബോക്സിംഗ് പോലെ എടുക്കുക, ഫീച്ചേഴ്സ് പറയാം, അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഇൻഫോർമലി കാര്യങ്ങളൊക്കെ പറയാം. ബോക്സിനകത്ത് നമ്മുടെ പൾസിലുണ്ടായ സെയിം ടൈപ്പ് തന്നെയാണ്. അതായത് അതിനകത്തുള്ള സാധനങ്ങൾ എന്ത്, ഋഷഭ് പന്തിൻ്റെ വെൽക്കം കാർഡ് ഉണ്ട്, പിന്നെ നോയ്സിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതിൻ്റെ അടിയിൽ വാച്ച് ഉണ്ട്, പിന്നെ മാഗ്നറ്റിക് ആയിട്ടുള്ള ചാർജിങ് കേബിൾ ഉണ്ട്. ആരും വായിക്കാത്തതുകൊണ്ട് യൂസർ മാനുവലിലേക്കും താഴെയും വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് പൾസിലുണ്ടായത്. പൾസ് ഓക്കെ, സോ ഓപ്പോയിൻ്റെതായി ഓപ്പോ റെനോ 7 പ്രോയിൻ്റെ ഫൈനൽ റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കാരണം ഞാൻ വിചാരിച്ചു നമ്മുടെ സെയിൽ ഡേറ്റ് ഉണ്ടല്ലോ, ഈ ഫോണിൻ്റെ സെയിൽ ഡേറ്റിന് മുന്നേ ആയിട്ട് എനിക്കൊരു റിവ്യൂ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വാങ്ങണോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സംഭവം കുറച്ചുകൂടി എളുപ്പമാവും നിങ്ങൾക്ക്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇന്ന് റിവ്യൂ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ എല്ലാ റിവ്യൂ വീഡിയോസിലും പറയുന്നത് പോലെ ഈ ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ പോയി കാണുക. ഞാൻ മേളിൽ ലിങ്ക് ഇട്ട് തരാം. ആ വീഡിയോയിൽ ഞാൻ ഈ ഫോണിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും നമ്പേഴ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഈ 2 വീഡിയോസ് കണ്ടാലേ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുള്ളൂ. ഓക്കെ, സോ അതും കാണും. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളാണ്. 2,000 രൂപയ്ക്കകത്ത് വരുന്ന 5 ബെസ്റ്റ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്ന് പറയുന്ന സമയത്ത് പലർക്കും പല ആവശ്യങ്ങളായിരിക്കും. ചിലർ നെക്ക് ബാൻഡ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർ TWS ഇയർബഡുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം ഇയർബഡുകൾ നോക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഈച്ച് ആൻഡ് എവറി കാറ്റഗറിയും ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗെയിമേഴ്സ് ആവട്ടെ, ഇപ്പോൾ ലൈക്ക് നെക്ക് ബാൻഡൊക്കെ യൂസ് ചെയ്ത് പുറത്തൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരാവട്ടെ, അല്ലെങ്കിൽ ഇയർബഡ് യൂസ് ചെയ്യുന്നവരാവട്ടെ, എല്ലാവർക്കുള്ള സാധനം ഒരു വീഡിയോയ്ക്കകത്തുണ്ട്. നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. റിയൽമി 9 Pro Plus എന്ന ഫോണിന്റെ വീഡിയോ ആണ്. റിയൽമിയുടെ നമ്പർ സീരീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഒരു ബെസ്റ്റ് സീരീസ് ആണ്. ഈ ഒരു സീരീസുകളിലെ ഫോണുകൾ എല്ലാ കാലത്തും ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ നല്ല വാല്യൂ ഫോർ മണി ആയ ഫോണുകളായിരുന്നിട്ടുണ്ട്. 9 Pro Plus എന്ന ഈ ഫോണിലേക്ക് വരുമ്പോഴും സ്ഥിതിഗതികളിൽ വ്യത്യാസമൊന്നുമില്ല. ഇതും ഒരു മികച്ച ഫോണാണ്. ചുരുക്കി പറഞ്ഞാൽ റിയൽമിയുടെ ആറാട്ട് എന്ന് തന്നെ പറയാം. അത്രയും മികച്ച ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ ഇറങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് തുറന്ന് പരിശോധിക്കാം. സോ 9 Pro Plusന്റെ ബോക്സ് നിങ്ങളിവിടെ കാണുന്നതാണ്. 9 Pro Plus മാർക്കറ്റിംഗ് ഡിവൈസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ ഉൾപ്പെടെയുള്ള ടെക് യൂട്യൂബേഴ്സ് എല്ലാ മാസവും തള്ളിമറിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അപ്കമിങ് സ്മാർട്ട് ഫോൺസ്. ഈ വരുന്ന മാസത്തിൽ ഏറ്റവും പുതുതായിട്ട് വരാൻ പോകുന്ന സ്മാർട്ട് ഫോണുകൾ എന്ന് പറഞ്ഞ് കുറേ തള്ളിമറിക്കാറുണ്ട്. അതിനകത്ത് വളരെ കുറച്ച് ഫോണുകളെ യഥാർത്ഥത്തിൽ ലോഞ്ച് ആകാറുള്ളൂ. പക്ഷേ എല്ലാ യൂട്യൂബേഴ്സും എല്ലാ മാസവും കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ തള്ളിമറിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം നമ്മൾ തരത്തിൽ ഒരുപാട് ഫോണുകളൊന്നും ജനുവരിയിൽ ലോഞ്ച് ചെയ്യുമെന്ന് അവകാശവാദം ഉന്നയിക്കാതെ ഉറപ്പായും ലോഞ്ച് ചെയ്യുന്ന കുറച്ച് ഫോണുകളുടെ ഡീറ്റെയിൽസ് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അത് ഏതാണ്ടൊക്കെ ശരിവയ്ക്കുന്ന തരത്തിൽ ഒരു 90% ഫോണുകളും അത്തരത്തിൽ ജനുവരിയിൽ ലോഞ്ചായി. ഈവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മൈക്രോമാക്സിന്റെ InNote 2 ഓക്കെ പറയും.
നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർ എപ്പോഴും വിശ്വാസം ഇതൊക്കെ ചൈനയിൽ മാത്രമാണ്. അല്ല, നമ്മുടെ നാട്ടിലും ഇതേപോലെ എന്താ പറയുക മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. വ്യത്യസ്ത ബിസിനസ് ആശയമായി നടക്കുന്ന ആളുകളെയാണ് നമ്മുടെ ചാനലിലൂടെയും നമ്മുടെ പേജിലൂടെയും പ്രോത്സാഹിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മലപ്പുറത്ത് ഐച്ചർ മൊബൈൽ ആക്സറീസൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിലാണുള്ളത്. ഇവർ ഈ 3 പേരുടെ കൂടെയാണ് ഒരു ബിസിനസ്. ഇത് ഷഫീഖ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ഡിവൈസുകളാണ് പരിചയപ്പെടുന്നത്. അതിൽ ആദ്യത്തേത്, നമ്മുടെ വീട്ടിൽ പഴയ ടൈപ്പ് കാർ സ്റ്റീരിയോ ഉണ്ടെങ്കിൽ, അതായത് ബ്ലൂടൂത്ത് ഇല്ലാത്ത ഒരു കാർ സ്റ്റീരിയോ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ബ്ലൂടൂത്ത് എനേബിൾ ആക്കി ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഡിവൈസാണ്. അത് മറ്റൊരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും വില കൂടിയ ഇയർഫോണുകൾ അല്ലെങ്കിൽ ഹെഡ്ഫോണുകളുണ്ട്, വലിയ കമ്പനികൾ, ബ്രാൻഡ് ഉണ്ട്. പക്ഷേ അതിലൊന്നും ബ്ലൂടൂത്ത് ഇല്ല എങ്കിൽ നമുക്ക് ആ ഒരു ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഇയർഫോൺ അത് നമുക്ക് ബ്ലൂടൂത്ത് എനേബിൾ ആക്കി മാറ്റുന്നതിന് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാം. ഇനി രണ്ടാമത് നമ്മൾ പരിചയപ്പെടുന്നത്, നമ്മൾ നെറ്റിൽ പലപ്പോഴും പല ഡിവൈസുകൾ കണ്ടിട്ട് വാങ്ങാറുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങിയതിന് ശേഷം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന എന്തിനാണെന്നറിയോ? ഇതാണ് 3D പെൻ. 3D പെൻ സാധാരണ നമ്മൾ മുമ്പ് ഇതിന് കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് 3D പ്രിന്റർ വെച്ചിട്ട് ഓരോ സാധനങ്ങൾ പ്രിന്റ് ചെയ്തെടുക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അതായത് പ്രോഗ്രാമിങ് കാര്യങ്ങൾ കുറേ നേരം അതിന് വേണ്ടി നമ്മൾ ഇരിക്കണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഒരു 3D പെൻ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പേന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു പേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പറിൽ പടമൊക്കെ വരയ്ക്കാൻ പറ്റും. പക്ഷേ ഒരു 3D പെൻ വെച്ചിട്ട് നമുക്ക് വരച്ച സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് നമ്മളുടെ ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളുടെ ഒരു 3D പെൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇത്